ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. ഇടയൻ എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്നവൻ. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പാസ്റ്റർ. അപ്പോൾ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, ഒത്തിരി ഇടയന്മാരുണ്ട്. യേശുവിൻ്റെ സമയത്ത് യേശു കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടിട്ട് മനസ്സറിഞ്ഞു. കാരണം അവർ ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട് അവന് ദയ തോന്നി. കാരണം എന്താണ്? അവരെ നടത്തുന്നവർ കുരുടന്മാരായിരുന്നു. അപ്പോൾ കുരുടനെ നടത്തിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴും. ഈ അവസ്ഥയിലാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള ജനം, ന്യായപ്രമാണം പ്രസംഗിക്കുന്നവൻ. 9-ാം അധ്യായ അവസാനത്തിൽ ഇങ്ങനെയാണ് യേശു പറയുന്നത്, കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടനാകാനും ന്യായവിധിക്കായി ഞാൻ വന്നു. അപ്പോൾ ചില പരീശന്മാർ ചോദിച്ചു, ഞങ്ങളും കുരുടന്മാരാണോ? യേശു പറഞ്ഞു, നിങ്ങൾ കുരുടന്മാരായിരുന്നെങ്കിൽ പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് പ്രമാണത്തിൻ്റെ ഉപദേശം പ്രസംഗിക്കുന്നവൻ്റെ കുഴപ്പം. എല്ലാം അറിയാമെന്നാണ് പറയുന്നത്, ഞങ്ങൾ കാണുന്നു എന്നാണ് പറയുന്നത്. ഇവർ പ്രസംഗിക്കുന്ന ഈ പുള്ളിക്കാരൻ, വിടുവിക്കേണ്ട പുള്ളിക്കാരൻ ദേഹരൂപമെടുത്ത് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവർക്കറിയില്ല. അതുപോട്ടെ, ഇവൻ ചെയ്യുന്ന അടയാളങ്ങളിലൂടെ, ഇവൻ്റെ വർത്തമാനത്തിലൂടെ ഇവർ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞെങ്കിലും ചിലർ മനുഷ്യരുടെ ബഹുമാനം പോകുമെന്ന് പേടിച്ചിട്ട് അവനെ പിഞ്ചെന്നില്ല. പിന്നെ ഇവർ എങ്ങനെയാണ് ജനത്തെ നടത്തുന്നത്? അവർ പ്രമാണം ഇവരെ ഉപദേശിക്കും. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം. ഇത് കേൾക്കുന്നവനല്ലാതെ തന്നെ അറിയാം ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും അറിയാം. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? കേൾക്കുന്നവൻ, അവൻ്റെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു കൊണ്ടേയിരിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ വലിയ ചുമടുകളെ ജനത്തിൻ്റെ പുറത്ത് വയ്ക്കുന്നു, ഒരു വിരലുകൊണ്ട് പോലും അത് താങ്ങുന്നില്ല. ഇതിനുള്ള പ്രതിവിധിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ നല്ല ഇടയനാണ്, ആടുകളുടെ വാതിലാണ്. അപ്പോൾ ഈ ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി വന്നാൽ അവൻ കള്ളനാണ്, കവർച്ചക്കാരനാണ്, കൊലപാതകിയാണ്. എന്തുകൊണ്ട്? ഈ നടക്കുന്ന കാര്യം തന്നെ. യേശു എന്ന വാതിലിലൂടെ പ്രമാണത്തിനകത്ത് കയറി അതിൽ നിന്ന് മുത്തുകൾ പെറുക്കി ജീവനും ചൈതന്യവുമുള്ള വചനം ജനത്തിന് കൊടുത്ത് അവരെ പോഷിപ്പിക്കേണ്ടവർ മരണം കൊടുത്തു. അവരുടെ ഉള്ള സന്തോഷം മോഷ്ടിച്ചു, അവരുടെ സമാധാനം കവർ ചെയ്തു. ഇത്തിരി ആത്മീയം ഉണ്ടായിരുന്നു, അതുകൂടെ കവർച്ച ചെയ്തു. ഗുണത്തിന് പകരം ദോഷം ചെയ്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, ആടുകളുടെ ഇടയൻ വാതിലിലൂടെ കടക്കുന്നവനാണ്. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന് പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. അവന് വെളിപ്പാട് കിട്ടുന്നു. വെളിപ്പാട് അവൻ ജനത്തോട് പറയുന്നു. ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും പ്രത്യേകം ദൂതാണ് വേണ്ടത്. ഒരു സഭയിലിരിക്കുന്ന 100 പേരിൽ 100 ആവശ്യങ്ങളാണ് അവർക്കുള്ളത്. ഓരോരുത്തർക്കുമുള്ളത് 20 മിനിറ്റുള്ളൊരു മെസ്സേജിൽ ഈ 100 പേർക്കുമുള്ളത് വെളിപ്പാടിൽ ചെല്ലുന്നു. അങ്ങനെ അവരെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തൻ്റെ മരണകാലമെടുത്തപ്പോൾ യെരുശലേമിലേക്ക് പോയി. ശിഷ്യന്മാർ ഭയപ്പെട്ടു. വചനം പറയുന്നു, അവൻ അവർക്ക് മുമ്പായി നടന്നു. എങ്ങോട്ടാ നടന്നത്? അപമാനത്തിലേക്ക്, കഷ്ടതയിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക്, പരിഹാസത്തിലേക്ക്, തല്ലിലേക്ക്, ക്രൂശിലേക്ക്, മരണത്തിലേക്ക് അവൻ അവർക്ക് മുമ്പായി നടന്നു. ശിഷ്യന്മാരെ ആരെയും വിട്ടുകൊടുത്തില്ല. കർത്താവ് പോയി അത് പൂർത്തീകരിച്ചു. ഇതുപോലെ ഇടയൻ
ആടുകൾക്ക് വെളിപ്പാട് കൊടുക്കുന്നു, ദൂത് കൊടുക്കുന്നു, അവരെ പ്രമാണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടയനെ അടുത്ത ലെവലിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. ഇടയനെ നല്ല ഇടയനാക്കാൻ കൊണ്ടുപോവുകയാണ്. നിലത്ത് ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്ത വെള്ളി പോലെ ഇടയനെ കർത്താവ് കൊണ്ടുപോവുക. നശിപ്പിക്കാനല്ല, യേശുവിനെ പോലാക്കാൻ. ഇപ്പോൾ പ്രവൃത്തിയിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സുവിശേഷ വേല അതിനുവേണ്ടി ഓടുകയല്ലേ. ഓടേണ്ടതിന് സമയമുണ്ട്, പ്രവർത്തിക്കേണ്ട സമയമുണ്ട്. പക്ഷെ ഇടയൻ നല്ലിടയനായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നീ ദൈവപുത്രനെന്ന് സ്വയം പറയുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ ദുരുപദേശം പറയുന്നതെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് യേശു പറയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവരെ ദേവന്മാർ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് എന്നെ വിശ്വസിക്കുന്നതിൻ്റെ കുഴപ്പമില്ല. പ്രവൃത്തി കണ്ടിട്ട് വിശ്വസിക്കുക. ഏത് പ്രവൃത്തി? ദൈവത്തിൻ്റെ പ്രവൃത്തി പോലെ ഞാൻ ചെയ്യുന്നില്ലേ? ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താ? ഭൂമി ഉണ്ടാക്കാൻ, ആകാശം ഉണ്ടാക്കാൻ, നക്ഷത്രങ്ങൾ ഉണ്ടാക്കാൻ. അവൻ റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ കൂട്ടി വർഷങ്ങളോളം ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയതാണോ? അല്ല, വാക്കിനാലുളവാക്കി, വചനത്താലുളവാക്കി. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്നവിടെ പാർത്തു. പലരും അവൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് നാട്ടുകാർ പറയുകയാണ്, യോഹന്നാൻ ഇവനെക്കുറിച്ച് പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു. യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ജനങ്ങൾ അവനെ വിശ്വസിച്ചു. അവിടെ ഒരടയാളം വേണ്ട, ഒരത്ഭുതം വേണ്ട, ജനങ്ങൾ വിശ്വസിക്കും. കാരണം ഇടയൻ നല്ലിടയനാകാൻ വിലമുടക്കി. വിലമുടക്കി എന്ന് പറഞ്ഞാൽ ജഡത്തിലല്ല, കർത്താവ് അങ്ങ് ചെയ്യിച്ചു. കർത്താവിൽ അതങ്ങ് നടന്നു. ഇനി പ്രമാണക്കാരൻ എന്താണ് ചെയ്യുന്നത് നോക്കാം. യേശു പറഞ്ഞു, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ. കണ്ടോ, അവന് ആടുകളെക്കുറിച്ച് വിചാരമില്ല, അവൻ കൂലിക്കാരനാണ്. അവന് കൂലിയെക്കുറിച്ചേ വിചാരമുള്ളൂ. അവനെ ഏൽപ്പിച്ച ആടാണ്, അവൻ ഉടമസ്ഥാബോധമില്ല. ചില ആൾക്കാർ കമ്പനിയിൽ വർക്ക് ചെയ്യും. അവർ ജോലി ചെയ്യുന്ന കമ്പനി അവരുടെ സ്വന്തം എന്നൊരു മൈൻഡ് സെറ്റാണ് അവർക്ക്. അവർ ഹാർഡ് വർക്ക് ചെയ്യും. ചില ആൾക്കാർ അങ്ങനെയല്ല, കൂലിക്കാരനായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ മനോഭാവം അനുസരിച്ചാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് നിങ്ങൾ മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ ജോലി ചെയ്യുവേൻ. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് കൂലി കുറവാണോ? മേലുദ്യോഗസ്ഥൻ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അവൻ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ? അതൊന്നും വിഷയമാക്കണ്ട. നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥയോടെ ജോലി ചെയ്യും. അവകാശമെന്ന പ്രതിഫലം ദൈവം തരും. അപ്പൊ ഈ കൂലിക്കാരൻ എന്താണ്? ചെന്നായി വരുന്നത് കണ്ടിട്ട് ഇവനോടി കളയും. എന്ന് പറഞ്ഞാൽ ഇവൻ വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ, വചനം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവനും അടുത്ത സ്റ്റെപ്പുണ്ട്. വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. അവിടെ പ്രായോഗികമായ പരീക്ഷകളാണ്. അതിൽ ചെന്നായി വരും. എന്ന് പറഞ്ഞാൽ ഓരോ ഇഷ്യൂസ് വരും, ഓരോ കാര്യങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. അതിനെ നേരിടാനുള്ള കെൽപ്പ് ഈ പ്രസംഗിക്കുന്നവനില്ല. അവൻ ഓടിക്കളയും. അവൻ ഓടിക്കളഞ്ഞാൽ പിന്നെ ആടിൻ്റെ കാര്യം പറയാനുണ്ട്. ഇടയൻ ഓടിക്കളഞ്ഞാൽ പിന്നെ ആട് പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ചെന്നായി ആട്ടിൻകൂട്ടത്തെ ചിതറിച്ചു കളയും. അങ്ങനെയാണ് സഭകൾ ചിന്നിപ്പോയത്. അങ്ങനെയാണ് ചില കൂട്ടങ്ങൾ നശിച്ചു പോയത്. എന്നാൽ ചില കൂട്ടങ്ങൾ തഴച്ചു വളർന്നു. ചില ഗ്രൂപ്പുകൾ, ചില വ്യക്തികൾ, ചില ദൈവദാസന്മാർ, ചില ഇടയന്മാർ, ചില വിശ്വാസികൾ ദേവദാരു പോലെ അങ്ങ് തഴച്ചു വളർന്നു. കാരണം അവർ ഈ പ്രായോഗികമായ പരീക്ഷയിൽ ചെന്നായെ നേരിട്ടു, ആടുകളെ രക്ഷിച്ചു. 22-ാം വാക്യത്തിൽ യേശു കർത്താവ് ശീതകാലത്ത് പ്രതിഷ്ഠോത്സവത്തിന് ആലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തിൽ ഇങ്ങനൊരു കാര്യം പരിശുദ്ധാത്മാവ് നോട്ട് ചെയ്തത് നമുക്കൊരു ഐഡിയ തരികയാണ്. എന്താണ് ശലോമോന്റെ മണ്ഡപം എന്ന് പറഞ്ഞാൽ? ശലോമോൻ ഉണ്ടാക്കിയ ദേവാലയം പൊളിഞ്ഞുപോയി, അത് ശത്രുക്കൾ പൊളിച്ചു. ഇപ്പൊ രണ്ടാമതുണ്ടാക്കിയ ആലയത്തിൽ ശലോമോന്റെ ബഹുമാനാർത്ഥം ഒരു മണ്ഡപം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ശലോമോന്റെ ദേവാലയം ഇത്രയും കാശ് മുടക്കി, ഇത്രയും ദൈവിക പ്ലാനിൽ ഇത്രയും അനുഗ്രഹമായിട്ടുണ്ടാക്കി, അന്നത്തെ പ്രതിഷ്ഠയ്ക്ക് ദൈവത്തിന്റെ തീയിറങ്ങി, എന്നിട്ടും അത് ശത്രു കൊണ്ടുപോയില്ലേ? പക്ഷെ കർത്താവ് പറയും, ആലയം പോകുന്നതിന് മുമ്പ് ശലോമോൻ പോയില്ലേ?
ആലയം പൊളിക്കപ്പെടുന്നതിന് മുമ്പ് ശലോമോന് ചില പൊളിക്കൽ നടന്നില്ലേ? അപ്പോൾ ആലയം ഉണ്ടാക്കിയവൻ, ദൈവത്തിന് ആരാധന നടത്തിയവൻ, മനോഹരമായ ഒരു കാലത്തും ആരും ചെയ്യാത്ത വണ്ണം ഒരു ആലയം ഉണ്ടാക്കിയവൻ വിഗ്രഹാരാധനയ്ക്ക് പോയി. കണ്ടോ, അവൻ ഏതിലാണോ ചെയ്തത് ആ വിഷയത്തിലല്ലേ അവൻ പരീക്ഷിക്കപ്പെട്ടത്. നമ്മുടെ ഇത് തന്നെയാണ്, നമ്മുടെ വിളിയോടനുബന്ധിച്ചുള്ള പരീക്ഷകളാണ് നമുക്ക് വരുന്നത്. ആൾക്കാരെന്ത് പറയുന്നു, എന്ത് നോക്കുന്നു എന്നുള്ള വിഷയമല്ല. നമ്മൾ ജയിച്ചാൽ നമ്മൾ അനേകർക്ക് അനുഗ്രഹമാകും. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിക്കാനുള്ള വിളിയാണ്. നിന്റെ അപ്പനിൽ നിന്ന് നിനക്ക് പരീക്ഷ ഉണ്ടാവും, നിന്റെ മകനിൽ നിന്ന് നിനക്ക് പരീക്ഷ ഉണ്ടാവും. അപ്പനിൽ നിന്ന് പരീക്ഷ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കാനും, മകനിൽ നിന്ന് പരീക്ഷ ഉണ്ടാകുമ്പോൾ കയർക്കാതിരിക്കാനും, ദൈവസ്നേഹത്തിൽ ഇടപെടാനും നീ കൃപ പ്രാപിക്കണം. അങ്ങനെ ചെയ്താൽ അപ്പന്മാരുടെ ഹൃദയം നീ മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിക്കും. മറ്റോരോ ശുശ്രൂഷയും ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അവരവർക്കുള്ള വിളി പോലെ ഉള്ള പരീക്ഷകൾ വരും. അത് ഇടയനെ നല്ലിടയനാക്കും. അപ്പോൾ ഇടയൻ ആടുകൾക്ക് മുമ്പായി നടക്കുന്നു. അവൻ അകത്തു വന്നു, പുറത്തു പോയി മേച്ചിൽ കണ്ടെത്തി. അതുകൊണ്ട് അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും ദൈവം അവനെ നല്ലിടയനാക്കി. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം. ഇപ്പോൾ പ്രശ്നങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെയോ കഷ്ടങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും, പരീക്ഷകളിലൂടെ ആണെങ്കിലും ധൈര്യപ്പെടുക. നിങ്ങളോടുള്ള വിളിയുടെ ബന്ധത്തിലാണ്. മറ്റാർക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ലെന്ന് വരാം, നമ്മളറിയുന്നവർക്ക്. പക്ഷേ അത് നിങ്ങളോടുള്ള വിളിയോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് അതിൽ സന്തോഷിക്കുക, ധൈര്യപ്പെടുക. നിങ്ങൾ കർത്താവിൻ്റെ ദൃഷ്ടിയിലാണ്, കർത്താവിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നടക്കുന്നത്. അവൻ നിങ്ങളുടെ മേൽ തൻ്റെ കരം വെച്ചിരിക്കുന്നു. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും, അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും, നല്ലിടയനാക്കി, നല്ലൊരു അപ്പനാക്കി, നല്ലൊരു ശിഷ്യനാക്കി, നല്ലൊരു ശുശ്രൂഷകനാക്കി ദൈവം മാനിക്കും, അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.